അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്സവത്തോടനുബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കി. മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഹാഭാഗവത സപ്താഹയജ്ഞം ബുധനാഴ്ച സമാപിക്കും. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 18 ശാസ്താക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങൾ എന്ന പുകഴ്പെറ്റ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, ശബരിമല, അയ്യപ്പൻകോവിൽ എന്നാണ് സങ്കല്പം. പുണ്യനദിയായ പെരിയാർ വലം ചുറ്റിയൊഴുകുന്ന ഭഗവാന്റെ പുണ്യസങ്കേതമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭഗവാന്റെ പഞ്ചലോക പ്രതിഷ്ഠ നടന്നതോടെ പുണ്യദർശനത്തിന് ആയിരങ്ങളാണ് എത്തുന്നത്. മഹാശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ 10,000-കണക്കിന് ഭക്തരാണ് എത്തുക. ഇതിനു മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നമുക്ക് സുരക്ഷയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉപ്പുതറ, കണ്ണമ്പടി, അയ്യപ്പൻകോവിൽ മേഖലയിൽ നിന്ന് ഏൽപ്പാറ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ തൂക്കുപാലത്തിന് അക്കരയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തന്നെ നമ്മൾ അതിനുള്ള ഗ്രൗണ്ട് ശരിയാക്കിയിട്ടുണ്ട്. പാലത്തിന് ഇക്കര കയറാതെ അവിടെ തന്നെ ആ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കാഞ്ചാറ്, കട്ടപ്പന മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ 2 സൈഡുകൾ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ പാലത്തിനോട് ചേർന്നുള്ള അവിടെ മുതൽ ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുള്ളൂ എന്നുള്ള നമ്മൾ പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. കാര്യം സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറി വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് വരുന്ന വാഹനങ്ങൾ പ്രത്യേകമായി ഒരു കാരണവശാലും വഴി അടച്ചിടുകയോ മാർഗദർശനം തടസ്സങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുക. വാഹന പാർക്കിങ്ങിന് പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉപ്പുതറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാക്കത്തോട്ടിൽ പാർക്ക് ചെയ്യണം. ഏലപ്പാറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൂക്കുപാലത്തിന് അക്കരെ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലും, കട്ടപ്പന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൂക്കുപാലത്തുള്ള കൊച്ചുപാലം കയറി ക്ഷേത്രം റോഡിന് ഇരുവശത്തുമായി പാർക്ക് ചെയ്യണം. കട്ടപ്പന ഡിവൈഎസ്പി വി.എ. നിഷാദുമോന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ശിവരാത്രി നാളിൽ രാവിലെ പ്രത്യേക പൂജകൾ, വൈകിട്ട് 7-ന് സാംസ്കാരിക സമ്മേളനം, 9 മണിക്ക് ഗാനമേള, 12 മണിക്ക് ഭരതനാട്യം, പുലർച്ചെ 1 മണിക്ക് ബാലെ എന്നിവയും നടക്കും.